ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷോർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷോറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പുതുവർഷപ്പുലരിയിൽ +2 വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അഥവാ SCERT പുറത്തിറക്കിയിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത് +2 വിഷയങ്ങളിൽ ഓരോ വിഷയത്തിന്റെയും എല്ലാ പാഠഭാഗങ്ങളും പഠിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് കുറച്ച് പാഠഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ മതിയാകുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയാണ്, ഏരിയകൾ ഏതൊക്കെയാണ് എന്നിങ്ങനെ ഇനം തിരിച്ചുകൊണ്ടാണ് പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 സോഷ്യോളജിയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. +2 സോഷ്യോളജിയിൽ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത്, അതേപോലെ തന്നെ ഫോക്കസ് ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയാണ്, എല്ലാ പാഠഭാഗങ്ങളും പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന പാഠങ്ങളും അതേപോലെ തന്നെ ഫോക്കസ് ചെയ്യേണ്ട മേഖലകളും മാത്രം പഠിച്ചാൽ മതിയാകുന്നതാണ്. എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾ പഠിച്ച് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടന്നാലോ? കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ അംഗമായില്ലെങ്കിൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് സോഷ്യോളജി നമ്മൾ പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ഫോക്കസ് ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് സോഷ്യോളജിയിൽ പഠിക്കേണ്ട ഒരു പാഠമാണ് ഇൻട്രൊഡ്യൂസിംഗ് ഇന്ത്യൻ സൊസൈറ്റിയാണ്. അഥവാ സോഷ്യോളജിയിലെ ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തൽ എന്ന ഒന്നാമത്തെ പാഠമുണ്ടല്ലോ, ആ പാഠഭാഗമാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ എല്ലാ ഭാഗങ്ങളും പഠിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ മതിയാകുന്നതാണ്. അപ്പോൾ അത് ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പ്രിയർ നോളജ് ഇൻ സോഷ്യോളജി. രണ്ടാമതായിട്ട് സോഷ്യൽ ഇഷ്യൂ ആൻഡ് പേഴ്സണൽ ട്രബിൾസ്. അപ്പോൾ അതിൽ നോക്കി വെക്കേണ്ടത് കൊളോണിയസേഷൻ ആൻഡ് നാഷണലിസം ആണ് നോക്കി വെക്കേണ്ടത്. രണ്ടാമതായിട്ട് എറൈസ് ഓഫ് ന്യൂ ക്ലാസസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആണ്. മൂന്നാമതായിട്ട് സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ചേഞ്ച് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ. വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. ഇനി അടുത്ത രണ്ടാമത്തെ മറ്റൊരു ചാപ്റ്റർ ആണ് ദ ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി ആണ്. അഥവാ ഇന്ത്യൻ സമൂഹത്തിന്റെ ജനസംഖ്യാ ശാസ്ത്ര ഘടനയെ കുറിച്ചുള്ള ആ ഒരു പാഠഭാഗമാണ്. അപ്പോൾ അതിൽ പ്രത്യേകം ഊന്നൽ കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഡെമോഗ്രാഫി ആണ്. രണ്ടാമത്തെ മാൽത്തൂസിയൻ തിയറിയാണ്. മൂന്നാമതായിട്ട് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയാണ്. നാലാമതായിട്ട് കോമൺ കൺസെപ്റ്റ്സ് യൂസ്ഡ് ഇൻ സോഷ്യോളജി ആണ്. അഞ്ചാമതായിട്ട് ഏജ് സ്ട്രക്ചർ ആണ്. ആറാമതായിട്ട് സൈസ് ആൻഡ് ഗ്രൗത്ത് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻസ്. ഏഴാമതായിട്ട് ഏജ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ. എട്ടാമതായിട്ട് ഡിക്ലൈൻ ഓഫ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ റീസൺ. ഒമ്പതാമതായിട്ട് ലിറ്ററസി ആൻഡ് പോപ്പുലേഷൻ. പത്താമതായിട്ട് റൂറൽ അർബൻ ഡിഫറൻസ്. 11ാമതായിട്ട് പോപ്പുലേഷൻ പോളിസി ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ഒരു വലിയ പാഠഭാഗത്ത് എല്ലാ ഭാഗങ്ങളും നോക്കി വെക്കേണ്ടതില്ല, മറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 11 ഭാഗങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുത്ത് പഠിച്ചാൽ മതി. അടുത്ത മൂന്നാമത്തെ മറ്റൊരു ചാപ്റ്ററാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്മ്യൂണിറ്റി ആൻഡ് ചേഞ്ച് എന്നതാണ്. അഥവാ സാമൂഹിക സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും എന്ന മൂന്നാമത്തെ പാഠമാണ് പഠിക്കേണ്ടത്. അപ്പോൾ അത് ഏതൊക്കെ ഭാഗങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. ഒന്നാമത്തെ കാസ്റ്റ് ആൻഡ് കാസ്റ്റ് സിസ്റ്റം ആണ്. രണ്ടാമതായിട്ട് ട്രൈബൽ കമ്മ്യൂണിറ്റി ആണ്. മൂന്നാമതായിട്ട് ഫാമിലി ആൻഡ് കിൻഷിപ്പ് ആണ്. അപ്പോൾ ഈ 3 ഭാഗങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുത്ത് പഠിച്ചാൽ മതി. ഇനി നാലാമത്തെ മറ്റൊരു ചാപ്റ്റർ ആണ് ദ മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വിപണി ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് സോഷ്യോളജിക്കൽ പെർസ്പെക്ടീവ്സ് ഓൺ മാർക്കറ്റ് ആൻഡ് എക്കണോമി. രണ്ടാമതായിട്ട് കാസ്റ്റ് ബേസ്ഡ് മാർക്കറ്റ് ആൻഡ് ട്രേഡിംഗ് നെറ്റ്വർക്ക്സ് ഇൻ പ്രീ കൊളോണിയൽ ആൻഡ് കൊളോണിയൽ ഇന്ത്യ. മൂന്നാമതായിട്ട് സോഷ്യൽ ഓർഗനൈസേഷൻസ് ഓഫ് മാർക്കറ്റ് ആൻഡ് ട്രഡീഷണൽ ബിസിനസ് കമ്മ്യൂണിറ്റീസ്. നാലാമതായിട്ട് കൊളോണിയലിസം ആൻഡ് എമർജൻസ് ഓഫ് ന്യൂ മാർക്കറ്റ്സ്. അഞ്ചാമതായിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ക്യാപിറ്റലിസം ആസ് എ സോഷ്യൽ സിസ്റ്റം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും നമ്മൾ പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അഞ്ചാമത്തെ മറ്റൊരു ചാപ്റ്റർ ആണ് പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ. സാമൂഹിക അസമത്വത്തിന്റെയും ബഹിഷ്കരണത്തിന്റെയും രീതികൾ എന്ന പാഠഭാഗമാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും പ്രത്യേകം ഫോക്കസ് ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വാട്ട് ഈസ് സോഷ്യൽ അബൌട്ട് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ. രണ്ടാമത്തെ സോഷ്യൽ എക്സ്ക്ലൂഷൻ. അതിൽ നോക്കേണ്ടത് കാസ്റ്റ് ആൻഡ് ട്രൈബ് എ സിസ്റ്റം ഓഫ് ജസ്റ്റിഫൈങ് ആൻഡ് പെർപെച്വേറ്റിംഗ് ഇനീക്വാലിറ്റി. മൂന്നാമതായിട്ട് സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് അഡ്രസ്സിംഗ് ആണ്. നാലാമതായിട്ട് കാസ്റ്റ് ആൻഡ് ട്രൈബ് ഡിസ്ക്രിമിനേഷൻ ആണ്. അഞ്ചാമതായിട്ട് OBC ആണ്. ആറാമതായിട്ട് ദേവദാസി സ്ട്രഗിൾ ആണ്.
അതിൽ നോക്കേണ്ടത് സ്ട്രഗിൾ ഫോർ വിമൻസ് ഈക്വാലിറ്റി ആൻഡ് റൈറ്റ്സ് എന്ന ഭാഗമാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഏറ്റവും അവസാനമായിട്ട് ദ സ്ട്രഗിൾസ് ഓഫ് ദി ഡിസേബിൾഡ് ആണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധ കൊടുത്ത് ഊന്നൽ കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത ആറാമത്തെ മറ്റൊരു ചാപ്റ്റർ ആണ് ദ ചാലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആണ്, സാംസ്കാരിക വൈവിധ്യത്തിന്റെ വെല്ലുവിളികൾ എന്ന പാഠഭാഗം. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നിന്ന് നമ്മൾ പ്രത്യേകം ഊന്നൽ കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഡൈവേഴ്സിറ്റി എംഫസൈസസ് ഡിഫറൻസ് റാദർ ദാൻ ഇനീക്വാലിറ്റീസ്. രണ്ടാമതായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി. മൂന്നാമതായിട്ട് അസിമിലേഷൻ ഇന്റഗ്രേഷൻ. അതേപോലെ തന്നെ നാലാമതായിട്ട് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഇന്ത്യ. അഞ്ചാമതായിട്ട് റീജിയണലിസം ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ആറാമതായിട്ട് നേഷൻ സ്റ്റേറ്റ് ആൻഡ് ഇഷ്യൂസ്. ഏഴാമതായിട്ട് കമ്മ്യൂണലിസം. എട്ടാമതായിട്ട് സെക്യുലറിസം. ഒമ്പതാമതായിട്ട് സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി. അപ്പോൾ ഈ 9 ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു വലിയ പാഠഭാഗത്തിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയാകുന്നതാണ്. ബാക്കിയുള്ള ഭാഗങ്ങളോ കാര്യങ്ങളോ ഒന്നും പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇനി അടുത്ത ഏഴാമത്തെ മറ്റൊരു ചാപ്റ്റർ ആണ് സ്ട്രക്ചറൽ ചേഞ്ചസ് എന്ന ചാപ്റ്റർ ആണ്, അഥവാ ഘടനാപരമായിട്ടുള്ള മാറ്റം. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തും ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇമ്പാക്ട് ഓഫ് കൊളോണിയലിസം അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. രണ്ടാമതായിട്ട് കൊളോണിയലിസം ആണ്. അതിൽ നോക്കേണ്ടത് ക്യാപിറ്റലിസം ബിക്കം ഡൊമിനന്റ്. രണ്ടാമതായിട്ട് എക്കണോമിക് സിസ്റ്റം നേഷൻ സ്റ്റേറ്റ് ബിക്കം ഡൊമിനന്റ് പൊളിറ്റിക്കൽ ഫോം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ കൊളോണിയലിസം നമ്മൾ നോക്കി വെക്കേണ്ടതുള്ളൂ. മൂന്നാമതായിട്ട് ഇത് കൊളോണിയൽ എക്സ്പീരിയൻസ് ആണ്. അതിൽ നോക്കേണ്ടത് ഡിക്ലൈൻ ഓഫ് ഓൾഡ് അർബൻ സെന്റർ ആണ്, പുരാതന നാഗരിക കേന്ദ്രങ്ങളുടെ തകർച്ചയാണ് നോക്കേണ്ടത്. നാലാമതായിട്ട് ദ ടീ പ്ലാന്റേഷൻ ആണ്. അഞ്ചാമതായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ ഇന്നാണ്. ആറാമതായിട്ട് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അതേപോലെ തന്നെ അർബനൈസേഷൻ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അപ്പോൾ ഈ 5 ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട മേഖലകൾ. അടുത്ത എട്ടാമത്തെ മറ്റൊരു ചാപ്റ്റർ ആണ് കൾച്ചറൽ ചേഞ്ച് ആണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മേഖലകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഇൻ ദി 19th and 20th century. രണ്ടാമതായിട്ട് അപ്രോച്ചസ് ടു ദി സ്റ്റഡി ഓഫ് സാൻസ്ക്രിറ്റൈസേഷൻ, മോഡേണൈസേഷൻ, സെക്യുലറൈസേഷൻ, വെസ്റ്റേണൈസേഷൻ. മൂന്നാമതായിട്ട് സാൻക്രിറ്റൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, മോഡേണൈസേഷൻ ആൻഡ് സെക്യുലറൈസേഷൻ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ. അടുത്ത 9ാമത്തെ മറ്റൊരു ചാപ്റ്റർ ആണ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, അഥവാ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കഥ എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതിൽ നോക്കി വെക്കേണ്ട ഭാഗങ്ങൾ കോർ വാല്യൂ ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. രണ്ടാമതായിട്ട് ഇന്ത്യൻ ഓപ്പൺ ഡിസ്കഷൻ. മൂന്നാമതായിട്ട് കോമ്പറ്റിംഗ് ഇൻട്രസ്റ്റ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. നാലാമതായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നോംസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. അഞ്ചാമതായിട്ട് ഐഡിയൽ ഓഫ് പഞ്ചായത്ത് രാജ്, പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് നോക്കി വെക്കേണ്ടത്. ആറാമതായിട്ട് പഞ്ചായത്ത് രാജ് ഇൻ ട്രൈബൽ ഏരിയ ആണ് നോക്കേണ്ടത്. ഏഴാമതായിട്ട് ഡെമോക്രസി ഇനീക്വാലിറ്റി ആണ്. എട്ടാമതായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രഷർ ഗ്രൂപ്പ് ആൻഡ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. അപ്പോൾ 8 ഭാഗങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത്. ഇനി അടുത്ത 10ാമത്തെ മറ്റൊരു ചാപ്റ്റർ ആണ് ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ റൂറൽ സൊസൈറ്റി, ഗ്രാമീണ സമൂഹത്തിലെ മാറ്റവും വികസനവും എന്ന പാഠഭാഗമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാമതായിട്ട് ഇന്ത്യൻ സൊസൈറ്റി പ്രൈമറി റൂറൽ സൊസൈറ്റി ആണ്. രണ്ടാമത്തെ അഗ്രേറിയൻ സ്ട്രക്ചർ ആണ്, കാസ്റ്റും അതേപോലെ തന്നെ ക്ലാസ് ഇൻ റൂറൽ ഇന്ത്യ ആണ് നോക്കി വെക്കേണ്ടത്. മൂന്നാമത്തെ ഇത് കൊളോണിയൽ പീരീഡ് ആണ്. നാലാമത്തെ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അഞ്ചാമത്തെ ഗ്രീൻ റവല്യൂഷൻ. ആറാമതായിട്ട് ട്രാൻസ്ഫോർമേഷൻ ഇൻ റൂറൽ സൊസൈറ്റി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ്. എട്ടാമതായിട്ട് സർക്കുലേഷൻ ഓഫ് ലേബർ ആണ്. ഒമ്പതാമത്തെ ഫെമിനിസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആണ്. പത്താമതായിട്ട് ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ ആൻഡ് റൂറൽ സൊസൈറ്റി ആണ് നോക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ആ ഒരു പാഠഭാഗത്ത് നോക്കി വെക്കേണ്ട കാര്യങ്ങൾ. അടുത്ത മറ്റൊരു ചാപ്റ്റർ ആണ് ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, വ്യവസായിക സമൂഹത്തിലെ മാറ്റവും വികസനവും എന്ന പാഠമാണ്. അപ്പോൾ അതിൽ നോക്കി വെക്കേണ്ട ഭാഗങ്ങൾ ഒന്നാമതായിട്ട് ഇമേജസ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. രണ്ടാമതായിട്ട് ഈക്വാലിറ്റി. മൂന്നാമതായിട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ. രണ്ടാമതായിട്ട് സ്പെസിഫിസിറ്റി ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയലൈസേഷൻ. അഞ്ചാമതായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ early years of independence. ആറാമതായിട്ട് ചേഞ്ച് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി ഡ്യൂ ടു ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ. ഏഴാമതായിട്ട് ഹൗ പീപ്പിൾ ഫൈൻഡ് ജോബ്. എട്ടാമതായിട്ട് സയന്റിഫിക് മാനേജ്മെന്റ് ഔട്ട്സോഴ്സിംഗ് ആണ് നോക്കേണ്ടത്. ഒൻപതായിട്ട് വർക്കിംഗ് കണ്ടീഷൻ, ഹോം ബേസ്ഡ് വർക്കാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ. ഇന്നത്തെ 12ാമത്തെ മറ്റൊരു പാഠമാണ് ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്, ആഗോളവൽക്കരണവും സാമൂഹിക മാറ്റവും എന്ന പാഠഭാഗമാണ്. അപ്പോൾ അതിൽ നോക്കേണ്ടത് ഫാർ റീച്ചിങ് എഫക്റ്റ് ആണ്. രണ്ടാമതായിട്ട് ദ ഏർലി ഇയേഴ്സ് കൊളോണിയലിസം ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആണ്. മൂന്നാമതായിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഗ്ലോബലൈസേഷൻ ആണ്. നാലാമത്തെ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അഞ്ചാമത്തെ ഗ്ലോബലൈസേഷൻ ആൻഡ് ലേബർ ഗ്ലോബലൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച് ആണ്. ഏറ്റവും അവസാനമായിട്ട് ഗ്ലോബലൈസേഷൻ ആൻഡ് കൾച്ചർ. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളാണ് നോക്കി വെക്കേണ്ടത്. ഇന്നത്തെ 13ാമത്തെ മറ്റൊരു ചാപ്റ്റർ ആണ് മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ബഹുജന മാധ്യമവും ആശയവിനിമയം എന്ന പാഠഭാഗമാണ്.
അപ്പോൾ അതിൽ നോക്കി വെക്കേണ്ട ഭാഗങ്ങൾ ഒന്നാമതായിട്ട് ദ ടേം മാസ് മീഡിയ, രണ്ടാമത്തെ ഫോംസ് ഓഫ് മാസ് മീഡിയ, മൂന്നാമതായിട്ട് ദ ബിഗിനിങ് ഓഫ് മോഡേൺ മാസ് മീഡിയ, നാലാമതായിട്ട് മാസ് മീഡിയ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, റേഡിയോ, ടെലിവിഷൻ, പ്രിന്റ് മീഡിയ, അഞ്ചാമതായിട്ട് ഗ്ലോബലൈസേഷൻ ആൻഡ് മീഡിയ, ആറാമതായിട്ട് ഇൻഫ്ലുവൻസ് ഓഫ് മാസ് മീഡിയ. ഏറ്റവും അവസാനമായിട്ട് നോക്കി വെക്കേണ്ട മറ്റൊരു ചാപ്റ്ററാണ് സോഷ്യൽ മൂവ്മെന്റ് ആണ്, സാമൂഹിക പ്രസ്ഥാനങ്ങൾ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ആണ്, രണ്ടാമതായിട്ട് സോഷ്യോളജി ആൻഡ് സോഷ്യൽ മൂവ്മെന്റ് ആണ്, മൂന്നാമതായിട്ട് തിയറീസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ആണ്, നാലാമതായിട്ട് ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ആണ്. അതിൽ നോക്കി വെക്കേണ്ട ഭാഗങ്ങൾ വർക്കേഴ്സ് മൂവ്മെന്റ്, ഇക്കോളജിക്കൽ മൂവ്മെന്റ്, പീസൺ മൂവ്മെന്റ്, ദളിത് മൂവ്മെന്റ്, ട്രൈബൽ മൂവ്മെന്റ്, വിമൻസ് മൂവ്മെന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ഈ അവസാനത്തെ ചാപ്റ്ററിൽ നമ്മൾ നോക്കി വെക്കേണ്ട ഭാഗങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോഷ്യോളജിയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ. ഒരു പാഠഭാഗത്തിലെ എല്ലാ ഭാഗങ്ങളും പഠിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫോക്കസ് ചെയ്യേണ്ട മേഖലകൾ മാത്രം നമ്മൾ നോക്കി പഠിച്ചാൽ മതിയാകുന്നതാണ്. അപ്പോൾ വീഡിയോയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ ഓൾ.